കോട്ടയം വൈക്കത്ത് ശക്തമായ കാറ്റിൽ വീടിന്റെ ഇരുമ്പ് മേൽക്കൂര പറന്ന് തെങ്ങിൻ മുകളിലെത്തി. വൈക്കം ഉദയനാപുരം സ്വദേശി രാഹുലിന്റെ വീടിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ശക്തമായ മഴയും കാറ്റും തന്നെയാണോ ഇപ്പോഴും കോട്ടയം ഭാഗത്തൊക്കെ? നിലവിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഈ സംഭവം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവിച്ചതാണ്. അതായത് ശക്തമായിട്ടുള്ള കാറ്റ് വൈക്കം മേഖലയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഉദയനാപുരം സ്വദേശിയായിട്ടുള്ള രാഹുലിന്റെ വീടിന് മുകളിൽ ചെയ്തിരുന്ന റൂഫ് വർക്ക്, ഇരുമ്പ് മേൽക്കൂര, അത് കാറ്റിൽ പറന്ന് പോവുകയായിരുന്നു. ആ ഇരുമ്പ് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് 100 മീറ്ററോളം പറന്ന് അകലുകയായിരുന്നു. 450 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വലിയ മേൽക്കൂരയാണ് പറന്ന് നീങ്ങുകയുണ്ടായത്. തൊട്ട് സമീപത്ത് ഒരു 100 മീറ്റർ അകലത്തിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആ തെങ്ങിന്റെ മുകൾ ഭാഗത്തേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു ഈ മേൽക്കൂര. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായത്. കാരണം ആ തെങ്ങിന് തൊട്ടപ്പുറത്ത് മറ്റൊരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. ഉദയനാപുരം സ്വദേശിയായിട്ടുള്ള ശശി എന്ന് പറയുന്ന ആളുടെ കുടുംബമായിരുന്നു. ആ തെങ്ങില്ലായിരുന്നെങ്കിൽ ശശിയുടെ വീടിന് മുകളിലേക്കായിരിക്കും ആ റൂഫ് ചെന്ന് വീഴുന്നുണ്ടാവുക. ആ വീട് പൂർണ്ണമായിട്ടും തകരാനും അതിന്റെ മേൽക്കൂര അടക്കം തകർന്നു പോകാനും അത് ഇടയാക്കിയേനെ. എന്തായാലും ആ തെങ്ങിൽ ഈ മേൽക്കൂര തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവാകുകയുണ്ടായത്. തുടർന്ന് ഇന്ന് രാവിലെ മുതൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിക്കൊണ്ട് വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ആ മേൽക്കൂര ഭാഗം തെങ്ങിന്റെ അവിടെ നിന്നും മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചത്. വടം ഉപയോഗിച്ചുകൊണ്ട് ഏറെ മണിക്കൂറുകൾ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ആ മേൽക്കൂര എന്തായാലും അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചത്. ഒപ്പം ശക്തമായിട്ടുള്ള മഴ ജില്ലയിൽ പലയിടത്തും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റുകൂടി ശക്തമാകുന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ളതും അതോടൊപ്പം തന്നെ മരങ്ങളടക്കം കടപുഴകി വീണുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ മലയോര മേഖലയിലുള്ളവർക്കും നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാതി. ശരി ഗോകുൽ, ശക്തമായ കാറ്റും മഴയുമാണ് കോട്ടയം വൈക്കം ഭാഗത്ത്. വീടിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു. ആ ദൃശ്യങ്ങളും വാർത്തയുമാണ് ഗോകുൽ നൽകിയത്.